കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്ന് 8ാം ദിനമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നത്തെ തിരച്ചിൽ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ എല്ലാം രൂപീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ നടത്തുക. 6 സോണുകളിൽ അവലോകനം നടത്തും. ഒപ്പം തന്നെ സൂചിപ്പാറ മേഖലകൾ, വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. സൂര്യ സുജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സൂര്യ, ഇപ്പോൾ ADGP MR അജിത് കുമാറാണ് മാധ്യമങ്ങളെ കണ്ട് ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഒപ്പം തന്നെ കാലാവസ്ഥ ഇന്ന് ഏത് രീതിയിലാണ് അവിടെ? വീണ, രാവിലെ 7 മണിയോടെ നമ്മൾ ഈ കൽപ്പറ്റ SKMG ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. 8 മണിയോടെ ഹെലികോപ്റ്റർ, കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ ഏതായാലും പുറപ്പെട്ടിട്ടുണ്ട്. 8 മണിയോടെ തന്നെ ഇവിടെ എത്തും. തുടർന്ന് അവർ ഈ സൂചിപ്പാറയിലേക്ക് സംഘങ്ങളായി തിരിക്കുമെന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി എടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത് ഈ മണ്ണിലൊക്കെ വളരെയധികം ചളി പൂണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ JCB ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടുതലായി മണ്ണ് ഇവിടെ കോരിയിടേണ്ടതുണ്ട്. തുടർന്ന് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഹെലികോപ്റ്ററിന് ഇവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കുക. ADGP സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതലായുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു. ഇനി ഈ തിരച്ചിലിന്റെ അവസാന ഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഈ റിവർ വാലിയുടെ ഈ 2 കേന്ദ്രങ്ങളിലായി ഈ തിരച്ചിൽ നടത്തുന്നത്. ഈ സൂചിപ്പാറ മുതൽ ശാന്തൻപാറ വരെയായിരിക്കും കൂടുതലായിട്ടുള്ള തിരച്ചിൽ നടത്തുക. ഇതിനായി പ്രത്യേകം, അതായത് ട്രെയിനിങ് നേടിയ ആളുകൾ തന്നെയാണ് ഈ സംഘത്തോടൊപ്പം പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 സൈനിക ഉദ്യോഗസ്ഥർ, 4 SOGമാർ, അതോടൊപ്പം തന്നെ ഈ വനവുമായി കൂടുതൽ അറിയാവുന്ന 2 ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ഈ ടീമിൽ ഉണ്ടാവുക. അങ്ങനെ 12 പേർ. ഇവർ 2 ടീമുകളായി തിരിച്ചാണ് ഈ ഓപ്പറേഷന്റെ ഭാഗമാകുന്നത്. ഈ സൂചിപ്പാറയിൽ എത്തിയാൽ തന്നെ ഈ ഹെലികോപ്റ്റർ എയർ ഡ്രോപ്പ് ചെയ്യും. തുടർന്ന് 6 കിലോമീറ്ററോളം ഇവർ സൂക്ഷ്മമായി തിരച്ചിൽ നടത്തും. ഇതിന് എത്ര മണിക്കൂറാണ് ഇവർ തിരച്ചിൽ നടത്തുക എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെയായും വ്യക്തമായിട്ടില്ല. മൃതദേഹങ്ങൾ അതായത് ലഭിക്കുന്നതനുസരിച്ചുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് എത്ര സമയം വൈകിയാണെങ്കിലും കൂടുതൽ മൃതദേഹങ്ങൾ അവിടുന്ന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം മഴ വലിയ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 9 മണി കഴിയും എന്ന് പറയുന്നുണ്ട് ഈ ഹെലികോപ്റ്റർ ഇവിടെ എത്താൻ. അത്തരത്തിൽ ആ സമയത്ത് മഴയാണെങ്കിൽ വീണ്ടും ഈ ഹെലികോപ്റ്റർ എത്തുന്നതിൽ കൂടുതലായുള്ള സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മന്ത്രി K. രാജൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.